കേരളത്തിൽ മോഷണത്തിന് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ്. മോഷണത്തിന്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ പേരെടുത്ത കള്ളന്മാരും നിരവധിയാണ്. അതിലൊരു കള്ളനാണ് ആട് ആന്റണി. പേരുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യത്യസ്ത രീതിയിലുള്ള മോഷണം. അതേക്കുറിച്ച് പ്രത്യേകിച്ച് ആട് ആന്റണിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്ത മുൻ ഡിവൈഎസ്പി ഗിൽബർട്ടാണ് ഇന്ന് കലാകൗമുദിയോടൊപ്പം ചേരുന്നത്. ആട് ആന്റണി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യത്യസ്തതരമായ മോഷണങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു എന്ന് അദ്ദേഹം കലാകൗമുദിയോട് വ്യക്തമാക്കും. രണ്ട് ദിവസം ആ സ്റ്റേഷനിലിട്ട് ആ പോലീസുകാരും എസ് ഐയും കൂടെ പഠിച്ച വിദ്യ 18 നോക്കിയിട്ടും ഇവൻ ഒരു വക പറയില്ല, ഒന്നും മിണ്ടൂല. ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുട്ടാനുള്ളതാണ്. വെച്ചിക്കിടത്തി ഉരുട്ടിയാൽ പിന്നെ ഈ സി ഐ എന്നൊക്കെ അറിഞ്ഞൂടാ, ഭയങ്കര ദുഷ്ടനാണ്. അങ്ങനെ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. ഇവിടെ നീന്തരുടെ ഡോക്ടറെ വീട്ടുകാർ മോഷിച്ചത് അതിനൊരു കാരണമുണ്ട് സാറേ. ഈ ഡോക്ടർ കൈക്കൂലിക്കാരനാണ്, മഹാമനാണ്, സർക്കാർ ഡോക്ടർ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം കൊല്ലത്തുള്ള ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുള്ള ആ കേസ് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ. ഇത് നമ്മുടെ ആന്റണി അല്ലേ. ഇടയ്ക്ക് വേറെ സംഭവം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇവൻ ഈ കൊല നടത്തുന്നതിന് 2 ആഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു. അത് ഞാൻ മോഷണ കേസിൽ ഡിറ്റക്ഷനിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരാളായിരുന്നു സർവീസിലുണ്ടായിരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനാണ് ആട് ആന്റണിയെ ഒരിക്കൽ അറസ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ മാള സി ഐ ആയിരിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ അവിടെ ഒരു നല്ലൊരു എസ് ഐ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഡൗൺ ഓർഡറൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ നിന്ന സമയത്ത് പകൽ സമയത്ത് വെളുപ്പിന് മോഷണത്തിൻ്റെ പരമ്പര. അപ്പം അന്ന് അവിടുത്തെ ഈ സാധാരണ പത്രങ്ങളൊക്കെ എഴുതി ഈ എസ് ഐയെ അങ്ങോട്ട് നശിപ്പിച്ചളാം. പക്ഷെ അതിൻ്റെ കൂടെ മേലധികാരികൾ നമ്മുടെ അടുത്ത് ചോദിക്കും, സി ഐ എന്താന്ന് നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നൈറ്റ് പെട്രോളൊക്കെ നോക്കുന്നുണ്ട്. എസ് ഐ രാപ്പകലില്ലാതെ ഓടി നടന്നാൽ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. എനിക്ക് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, സാർ എറണാകുളത്ത് നിന്ന് ഒരു കള്ളൻ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ട്. അവനൊരു പഴയ കള്ളനാണ്, അവനൊന്ന് സാറൊന്ന് നോക്കിയാൽ മതിയെന്നു. ഞാൻ ആ വിവരം ഉടൻ തന്നെ എസ് ഐയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ടുണ്ട്, എറണാകുളത്തുള്ളവനാണ്, ഞാറക്കൽ സ്വദേശിയാണ്, ഒന്ന് പിടിക്കാൻ പറയും. അങ്ങനെ എസ് ഐ ഉടനെ വണ്ടി എടുത്തോണ്ട് പോയി ഓട്ടി നടന്ന് പിടിച്ച് ഞാൻ രാവിലെയാണ് പറഞ്ഞത്, ഒരു ഉച്ചയാവുന്നതിന് മുമ്പേ പിടിച്ചോണ്ട് വന്നു. ഒരാൾ ആന്റണി എന്നാണ് പേര്, എറണാകുളത്തുകാരനാണ്. കൊണ്ടുവന്നവർ എന്നെ വിളിച്ചോളൂ, സാറേ ഇങ്ങനെ ആന്റണിയെ പിടിച്ചിട്ടുണ്ട്, എറണാകുളത്തുകാരൻ തന്നെയാണ്, അവനോട് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, 2-3 ആഴ്ച കൊണ്ട് ഇവിടെ ഉണ്ട്, അപ്പോൾ അവനുണ്ടെന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞ അവനാണ് മോഷണം നടത്തുന്നതാണെങ്കിൽ അന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ശരി, എസ് ഐയും പാർട്ടിക്കും അനുവാദം കൊടുത്ത് ചോദിച്ചോളാൻ പറഞ്ഞു. 2 ദിവസം ആ സ്റ്റേഷനിലിട്ട് ആ പോലീസുകാരും എസ് ഐയും കൂടെ പഠിച്ച വിദ്യ 18 നോക്കിയിട്ടും ഇവൻ ഒരു വക പറയില്ല, ഒന്നും മിണ്ടൂല. ഇവരെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് അവനെ പറയാനും ചോദിക്കാനും ഒക്കെ ചെയ്യും. ഇവൻ ചെയ്യില്ല, വാ തുറക്കൂല. ആ കൂടെ വാ തുറന്ന ഒരേ ഒരു സന്ദർഭമുണ്ട്. കാരണം അവനെ ബെഞ്ചിൽ കിടത്തിയിട്ട് ഇവർ നല്ല എരിയുള്ള മുളക് തീറ്റിച്ചു. ഇവനെ ആ വായലിട്ട് മുളക് ചവച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു ഹെഡ് കോൺസ്റ്റബിൾ വന്ന് എന്താ പറയാറായില്ലേ എന്ന് ചോദിച്ചത് ഈ അവൻ്റെ വായി കിടന്ന മുളകെല്ലാം കൂടെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ മുഖത്ത് തുപ്പിക്കൊടുത്തു. ഹെഡ് കോൺസ്റ്റബിൾ വിട്ട പാട് പിന്നെ അവിടെ എല്ലാവരും കൂടെ ചേർന്ന്
എണ്ണയൊക്കെ ഒഴിച്ച് പാലൊക്കെ ഒഴിച്ച് കോൺസ്റ്റബിളിനെ വല്ലതിനെ രക്ഷപ്പെടുത്തിയെടുത്തു. ഇങ്ങനെയാണെങ്കിലും അവൻ ഒരു വക പറയില്ല അവരടുത്ത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പം എസ് വിളിച്ചു പറഞ്ഞു, സാർ ഇവൻ ഞങ്ങളുടെ അടുത്ത് ഒരു ഭാഗം പറയുന്നില്ല, സാറൊന്ന് വരുമോ എന്ന് ചോദിച്ചു. നമ്മൾ ശരി വൈകുന്നേരം ഞാൻ വരാം ഒക്കെ ഒന്ന്. അപ്പോൾ എസ് അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഞാൻ വരുമ്പോൾ ആൻ്റണിയെ സ്റ്റേഷൻ്റെ മുമ്പ് തന്നെ നിർത്തിയിരിക്കണം, സെല്ലിനകത്ത് വേണ്ട, വെളിയിൽ നിർത്തിയിരുന്നാൽ മതിയെന്ന്. അപ്പം ഞാനങ്ങനെ വൈകുന്നേരം ആയപ്പം 2-3 പോലീസുകാരുമായിട്ട് അങ്ങനെ ജീപ്പ് എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ, മാളയിൽ നിന്നാ തിരിച്ച് സർക്കിൾ ഓഫീസിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് മുമ്പ് കൊണ്ടുവന്ന് സ്പീഡിൽ ചെന്ന് ചവിട്ടി നിർത്തി. സൗണ്ട് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. ആൻ്റണി നോക്കി നിൽക്കുക, ഒരു പോലീസ് ജീപ്പ് വന്ന് ചവിട്ടി നിർത്തി. താമസിയാതെ എൻ്റെ ബാക്ക് തുറന്ന 2 പോലീസുകാർ അങ്ങനെ ഇറങ്ങുകയാണ്. അവരെ കയ്യിലില്ലാത്ത ഇത് സാധനങ്ങളൊന്നുമില്ല, വടം, കപ്പി, ഉലക്ക, ഈ വർദ്ധനോപകരണങ്ങളെല്ലാം ഇവർ 2 കൂടെ ചുമന്ന് ഈ ആൻ്റണിയുടെ മുമ്പ് കൂടെ കൊണ്ട് അവിടെ വെച്ച്, അപ്പുറത്ത് വെച്ച്. ഇവൻ അങ്ങനെ നോക്കി നിൽക്കുക ഇതൊക്കെ എന്താണെന്ന്. കുറച്ച് കഴിഞ്ഞ് ഞാനും അങ്ങനെ ഇറങ്ങി ചെന്ന് അതൊക്കെ എസ് ഐയുടെ കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ ആ സൈഡിൽ നിൽക്കുകയാണ്. ഇടയ്ക്ക് പോലീസുകാർ പറഞ്ഞോടത്ത് ഇതൊക്കെ എന്തിനെന്ന് അറിയാമോ, ഇത് കയറൊക്കെ ഇരിക്കുന്ന കെട്ടിത്തൂക്കാനൊക്കെ ഉള്ളതാണ്. ഈ ഉലക്ക എന്ന് പറഞ്ഞാൽ ഉരുട്ടാനുള്ളതാണ്. ബെഞ്ചിൽ കിടത്തി ഉരുട്ടിയാൽ പിന്നെ ഈ CI നിനക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ദുഷ്ടനാണ്. അങ്ങനെ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. ഇവനെ നല്ല ബ്രെയിൻ വാഷ് ചെയ്ത് ഇവനൊരു പരുവായപ്പം സിഗ്നൽ തന്നു. ഞാൻ പറയാം, ആരടാ ഇവിടെ ഒരു കള്ളനുണ്ടെന്ന് പറഞ്ഞത്? എന്താ അതൊക്കെ പോലീസുകാർ ചോദിച്ചാൽ പറയൂലേ? അവനെ ഞാൻ കൊണ്ടുപോവാ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവനെ പേടിച്ച് ഇവനെ ആ കൂടെ ഡൗണായിപ്പോയി. പോലീസുകാർ ഇവനെ എൻ്റെ മുമ്പ് കൊണ്ട് നിർത്തി. എടാ, നീ ഒരു പന്ന കള്ളനാണ്. നല്ല കള്ളന്മാർ അങ്ങനെയൊന്നുമല്ല. നല്ല കള്ളന്മാരാണെങ്കിൽ അടി കൊള്ളാൻ നിൽക്കില്ല. നമ്മൾ ചോദിക്കുമ്പോൾ നീ പറയുക, നിനക്ക് ജയിലിൽ പോവുക, ശിക്ഷ കിട്ടുക, അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നെയും നിനക്ക് ആരോഗ്യത്തോടെ ജീവിക്കാമല്ലോ. നല്ല കള്ളന്മാർ അങ്ങനെയാണ് ചെയ്യുന്നത്. നിനക്ക് ഇതൊന്നും അറിയില്ല. നിനക്ക് ശരീരം കേടായാലേ നീ പറയുള്ളൂ. കേടായി രോഗിയായി പോകാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിന്നെ അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേഷനകത്തിൽ നൈസായിട്ടുള്ള മോഷണങ്ങൾ തുറന്ന് പറയണം. ഇപ്പം പറയണം. എന്താ പറയാമോ? മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ ശരി, എന്നാൽ ബെഞ്ചിങ് എടുത്തോണ്ടോ, പിന്നെ ഒന്ന് നോക്കട്ടെ ഞാനൊന്ന്. ബെഞ്ചിൽ കിടക്കാൻ പറഞ്ഞു. കിടത്തി കാലിൽ 2 കാലും അവിടെ വെച്ചിട്ട് കൈ 2 പ്രാവശ്യത്തിട്ട് വിലങ്ങിട്ടാടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നോക്കിയപ്പോൾ ഇവൻ്റെ കാലിൽ നല്ല ആണി ഇങ്ങനെ മുഴച്ച് നിൽപ്പുണ്ട്. അപ്പം ഞാൻ നോക്കി, ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചൂരൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചൂരൽ കൊണ്ടുവന്ന് ഇതിലൊരു കുത്തു കൊടുത്തു. ഒരു നല്ല തരിച്ച് കയറിയെന്ന് തോന്നി. എന്തായാലും ഈ കാലിലാണ് ഇതിൻ്റെ ആണിയാണ് ഞാനിന്ന് അടിച്ച് പൊളിക്കാൻ പോണത്. മര്യാദയ്ക്ക് പറഞ്ഞോളാം. ആണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തില്ല. ഞാൻ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഈ ചൂരിലെടുത്ത് ഇങ്ങനെ വീശിയതും, സാറേ ഞാൻ പറയാം, അവരുടെ നിന്നെപ്പോലെ ഒരുപാട് കള്ളന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം പറയാമെന്ന് പറയും, പിന്നെ ഞാൻ പറയില്ല. വീണ്ടും പിന്നെയും ഞാൻ മെനക്കെടുത്താം. എനിക്ക് അങ്ങനെ മെനക്കെടാൻ സമയമില്ല. നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ ഇരുന്നുകൊണ്ടൊന്ന് പറഞ്ഞു, അവിടെ കിടന്നുകൊണ്ടൊന്ന് പറയാം, ഒരു മോഷണക്കേസ് പറയണം. ഇവൻ പറഞ്ഞു, സാർ ഞാൻ പറയാം. ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കോവിലിൻ്റെ ആ സൈഡിലൊരു വീട്ടിൽ നിന്ന് ഞാനൊരു 10 പവൻ്റെ ഒരു മാല എടുത്തുകൊണ്ട് അവിടെ പോയിട്ടുണ്ട്. ദിവസവും സമയമെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ശരി നിൽക്കേ, ആ FIR ഇൻഡെക്സ് എടുത്ത് നോക്ക്, ഇങ്ങനെ ഒരു മോഷണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നോക്കിയപ്പോൾ കറക്റ്റ്. ശരി, ഒരു കേസ് പറഞ്ഞു. ഇനി ഈ സ്റ്റേഷനിൽ നടത്തിയ നീ വന്നതിന് ശേഷം നടത്തിയ എല്ലാ മോഷണ കേസുകളും അവിടെ ഇരുന്നുകൊണ്ട് പറയണം. നിനക്ക് വെള്ളമൊക്കെ തരാം, ചായയൊക്കെ തരാം, നീ പക്ഷേ ഇപ്പോൾ എന്തൊക്കെ ആ കേസുകളെല്ലാം പറഞ്ഞല്ലാതെ നിന്നെ ഞാൻ വിടില്ല. ശരി, അഴിച്ചിരിക്കാനൊക്കെ അവസരം കൊടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. ഇവിടെ പേപ്പർ എടുത്ത് ഒരാൾ എഴുതാൻ നിൽക്കും, ഇവിടെ FIR ഇൻഡെക്സ് അടുത്ത് വെച്ചിട്ടുണ്ട്, ഇവൻ പറഞ്ഞു തുടങ്ങി. 11 കേസ് അവിടെ ഇരുന്നുണ്ട്. എല്ലാം വലിയ വലിയ മോഷണ കേസുകളെന്ന് പറഞ്ഞാൽ 8 പവൻ 10 പവൻ അങ്ങനെ 100 പവൻ റിക്കവറി, 100 പവൻ മോഷ്ടിച്ച കാര്യം പറഞ്ഞു. അതായത് മൊത്തം മോഷണ കേസുകളിൽ 100 പവൻ ഞങ്ങളുടെ അവിടെ നടത്തിയത് കൊടുങ്ങൽ. ഞാൻ പറയടാ, അത് പോരല്ലോ, ഇനി കാണണമല്ലോ, ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇനി ഉണ്ടോ നോക്ക്. സാർ ഞാൻ ഈ ഇവിടെ അല്ലാത്ത അടുത്ത സ്റ്റേഷനിൽ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞോ, ഞങ്ങളുടെ സബ് ഡിവിഷനിലും ഉണ്ടായിരുന്നു. അവിടുത്തെ 3 കേസ്, അത് പണവും വാച്ചും രൂപയും വാച്ചും ഒക്കെ എടുത്ത കേസ്. അങ്ങനെ 12 13 കേസ് ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെയും FIR ഇട്ടിട്ടുള്ള കേസാണ്. ഈ കേസ് പറഞ്ഞതുടനെ തന്നെ ഞങ്ങൾ വിചാരിച്ചാൽ ഇനിയിപ്പം റെസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഇട്ട് നാളെ റിക്കവറിക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റിക്കവറിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ കൊടുത്തിട്ടുള്ളത് എറണാകുളത്താണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്ത് പോകണം. ശരി, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് എറണാകുളത്ത് നിന്ന് പോലീസുകാർ വിളിക്കുന്നത്, സാർ ഒരു ഹേബിയസ് കോർപ്പസ് വന്നിട്ടുണ്ട് ഹൈക്കോടതിയിലെന്ന് പറഞ്ഞ്. ഞങ്ങൾ മേടിച്ചു. ഇതിനിടയ്ക്ക് ഇവനെ പിടിച്ചിട്ട് 2-3 ദിവസമായല്ലോ. ഉടനെ ഞങ്ങളെ ഉടനെ തന്നെ എന്തോ വരട്ടെ എന്ന് പറഞ്ഞാൽ റിക്കവറി നടന്നില്ലെങ്കിലും ഒന്നുമില്ല, കുഴപ്പം വരരുതെന്ന് പറഞ്ഞാൽ അത് റെക്കോർഡാക്കി, അറസ്റ്റ് റെക്കോർഡാക്കിയിട്ട് നേരെ ഇവനെയും കൊണ്ട് പോയി എറണാകുളത്ത് പോയി ഒരു സ്വർണ്ണക്കടക്കാരനെ കാണിച്ചു തന്നു, ഇവനാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ഇവനെ ഞാൻ കൊണ്ടുവന്ന് ചോദിക്കുമ്പം സാറ് സ്വർണം വാങ്ങിച്ചതൊക്കെ ശരി തന്നെ, ഇത് ഇവൻ്റെ നല്ല വാങ്ങിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ സ്വർണം തരില്ല, ഇവൻ പറഞ്ഞാൽ തരില്ല. സ്വർണം തന്ന ആളുണ്ട്, അയാൾ തന്നാൽ ഞങ്ങൾ തിരിച്ചു തരാം. അപ്പോൾ ഇവൻ്റെ ചോദിച്ചാൽ ആരുടെ അത് അവിടെ ഒരു ടൈലറുണ്ട്, അപ്പോൾ അയാളിലാണ് കൊണ്ട് കൊടുക്കുന്നത്, അയാളാണ് ഇവിടെ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ശരി, ആ ടൈലറെ വിളിച്ചുകൊണ്ട് വന്ന് കടയിൽ കാണിച്ചപ്പോൾ ഇവൻ സ്വർണം തന്നിട്ടുണ്ട്, തരാം എന്ന് പറഞ്ഞു. തരാം, പക്ഷെ ഇവൻ എനിക്ക് പൈസ തരണം. ഇവൻ കള്ളനല്ലല്ലോ, ഇവൻ സ്ഥാപനം നടത്തുന്നവനല്ലേ, അവൻ എനിക്ക് സ്വർണം അവൻ്റെ സാധനം എന്ന് പറഞ്ഞാണ് എൻ്റെ കയ്യിൽ തന്നത്. അപ്പോൾ അവൻ തരണമെങ്കിൽ അവൻ എനിക്ക് രൂപ തന്നാലേ ഞാൻ തരുള്ളൂ. സംഗതി ഉടനെ ഇതായി ചർച്ചയായി, ഇവൻ്റെ വക്കീൽ വന്ന് ഡിസ്കഷനായി. എന്തൊക്കെ പറഞ്ഞാലും അവർ പറയുന്ന സാർ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകാം, ഇതിന് കുറച്ച് തരാം എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട, FIR ഇൻഡെക്സിൽ ഇട്ടിട്ടുള്ള 100 പവൻ എനിക്ക് കിട്ടിയേ വെക്കുള്ളൂ. അവിടെ സമ്മതിച്ച് ആ ടൈലറിംഗ് ഷോപ്പ് ഇട്ടിരുന്ന അയാളും ഈ സ്വർണ്ണക്കടക്കാരനും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അയാൾ പ്രോമിസറി നോട്ട് എന്തോ എഴുതി വാങ്ങിച്ച് നമ്മളെന്തെന്നും അറിയില്ല, നിങ്ങളെന്തോ ചെയ്തോ നമുക്ക് സ്വർണം കിട്ടിയാൽ മതി. ഉടൻ FIR ഇൻഡെക്സ് എടുത്ത് നോക്കിയിട്ട് അതിലുള്ള 100 പവനും ഇയാൾ നമുക്ക് റിക്കവർ ചെയ്തിട്ട് നേരെ തിരിച്ച് ആ സ്വർണ്ണം റിക്കവർ ചെയ്യുന്ന പറഞ്ഞാൽ ഈ എല്ലാം ഉരുപ്പടികളായിട്ടാണ് പലയിടത്തുനിന്ന് വാങ്ങിച്ചു വെച്ച് എല്ലാം കൂടെ അതായിട്ടാണ് തന്നത്. തൂക്കി തന്നപ്പോൾ കറക്റ്റ് തൂക്കം 100 പവൻ. നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ഓരോരുത്തരെ FIR ഇൻഡെക്സ് നോക്കി അതെല്ലാം സാധനങ്ങളൊക്കെ നോക്കണ്ടേ, അതെല്ലാം ചെയ്യാനായിട്ട് ആ പോലീസുകാരൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ എടുത്തിട്ട് ഇവൻ മോഷ്ടിച്ച വീടുകളൊക്കെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ആളുകളെയൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. കാണാൻ പോയപ്പോഴാണ് രസം. അപ്പോൾ എന്നിട്ട് ഹേബിയസ് കോർപ്പസ് കുഴപ്പമില്ല, അവിടുന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ റെക്കോർഡാക്കിയിട്ടുണ്ട്, അതിന് രക്ഷപ്പെട്ട് കുഴപ്പമൊന്നുമില്ല. അത് ചോദിച്ചാൽ പറയുമ്പോൾ പൈസ ഭാര്യയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന് പറ്റിയ വക്കീലും ഉണ്ട്, ഭാര്യ കൊണ്ട് കൊടുത്തോളും. അതൊക്കെ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ വിളിച്ച് 2 ദിവസം കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിൽ ഉടനെ ഹേബിയസ് കോർപ്പസ് പോകും, അതിനുള്ള പൈസയുണ്ട്, വക്കീൽ അതിനുള്ളത് എടുക്കാം. പക്ഷെ അവർ വന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമ്മൾ റെക്കോർഡാക്കിയിട്ടുണ്ട്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവരെയും കൊണ്ട് ഈ വീടുകൾ കാണിച്ചു തരാൻ പോയി, മോഷണം നടന്നേ പറ്റും. ചെന്നപ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മോഷണ രീതി കണ്ടാൽ ആ വീട്ടുകാർ പോലും സമ്മതിച്ചില്ല ഇവനാണ് മോഷ്ടിച്ചെന്ന്, അവർ സമ്മതിക്കില്ല. അവർക്ക് നേരത്തെ സുപരിചിതനാണോ അയാൾ? കാരണമുണ്ട്, ഇവൻ്റെ മോഷണ രീതി ഇവൻ പറഞ്ഞതനുസരിച്ച് ഇവന് അവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ചുറ്റും കുറേ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് വെളുപ്പിനെ കുളിക്കും.
അത് കുളിക്കുന്നെങ്കിൽ ലൈറ്റ് ഒന്നും ഇടില്ല. അവർ മുറിയിൽ നിന്ന് ഇറങ്ങിയ അപ്പോൾ അതിൽ പടിയിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കും. കത്തിച്ച് വെച്ചിട്ട് പതുക്കെ ഇറങ്ങി ചെന്ന് കിണറ്റിൽ ചെന്ന് വെള്ളം കോരി കുളിക്കും. ഈ സമയത്ത് ഇവൻ ആന്റണി ഇതിലേക്ക് കയറി വീടിനകത്ത് കയറും. കുറച്ച് നാളായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ തലേദിവസം വാച്ച് നോക്കിയൊക്കെ വയ്ക്കും, ഓരോ വീട് നോക്കി വെച്ചിട്ട് ഇവൻ ചെന്ന് വീടിനകത്ത് കയറും. കറക്റ്റായിട്ട് കയറി അതിനകത്ത് ഇവർ ഒന്നേലും ഊരി വെച്ചിട്ടായിരിക്കും കുളിക്കുന്നത്, അല്ലെങ്കിൽ അലമാര വെച്ചിട്ട് അടച്ചിട്ടായിരിക്കും കിടക്കുന്നത്. ഇവൻ ചെന്ന് കറക്റ്റായിട്ട് അത് മാത്രം എടുത്തുണ്ടെങ്കിൽ വരും. മാലയും വളയും വേറെ ഒന്നും എടുക്കില്ല. കാര്യം വേറെ വീട്ടിൽ ആളുകളുണ്ട്. ഇവൻ അതൊന്നും എടുക്കണ്ട. ഇവൻ കറക്റ്റായിട്ട് ഇവരെ ചില മേശപ്പുറത്ത് കാണും, അല്ലെങ്കിൽ അലമാരയെ കാണും, അതും എടുത്തുണ്ടെങ്കിൽ പോയി. ഈ സ്ത്രീ കുളിച്ച് തലയൊക്കെ തീർത്ത് വീട്ടിനകത്ത് കയറി വരികയും ചെയ്യും. അതാകുമ്പോൾ സാധനം കാണും. സാധനം നോക്കിയപ്പോൾ വേറെ കള്ളന്മാരും വന്നിട്ടുമില്ല, ശബ്ദമൊന്നുമില്ല, ഒരു ലക്ഷണം. ഇവർ അവിടെ കിടന്ന് വെള്ളമൊക്കെ ഉണ്ടാക്കി ആരെന്നൊക്കെ ഓടിലും സംഗതി പ്രശ്നമായ ഇവർ ആളെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ആനടിയും കൊണ്ട് ചെല്ലുമ്പോൾ അവർ പറയില്ലേ, അമ്മച്ചി പറയില്ലേ, സാറേ ഈ കള്ളനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവളിപ്പോൾ അവളെ വീട്ടിൽ തന്നെ ഉണ്ട്, അവളെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആര്? അത് മരുമോള്. കുടുംബ പ്രശ്നമായി. ഇവൻ ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂട്ട് പൊളിച്ചിട്ടില്ല, ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല, ഒരു ആകെ ചെയ്തില്ല. രഹസ്യമായിട്ട് എന്തെങ്കിലും സ്വർണ്ണം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് നടക്കണ്ടേ, അവരെ പൂട്ട് പൊളിക്കണം, അല്ലെങ്കിൽ കഥകൾ തുറക്കണം. ഇതൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇത് വീട്ടിനകത്തുള്ള ആരാധന. അങ്ങനെ 3 വീട്ടിൽ ചെന്നപ്പം ഇതേ അനുഭവം. ഇവനാണെന്ന് അവർ സമ്മതിക്കില്ല ഒരു വിധത്തില്. ഒരു വീട്ടിൽ ചെന്ന ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു പയ്യനുണ്ട്, അവന്റെ പേരിലാക്കി അവർ പഠിച്ചിട്ട് ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര്. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് അത് ഇവനൊന്നും അല്ല സാർ, ആളാക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. 3 സ്ഥലത്ത് ചെന്നപ്പോൾ നമുക്കിത് സംഗതി ഇത് ഇവൻ്റെ സമ്മതിച്ചു കൊടുക്കണം. എൻ്റെ മോഷണ രീതി തന്നെ ഇവൻ പറഞ്ഞെങ്കിലും നമ്മൾ ആദ്യം ഇത്രയും ഇതാണെന്ന് വിശ്വസിച്ചില്ല. വേറെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവന് ശവപ്പെട്ടി കച്ചവടം ചെയ്യുന്ന ഒരു വീടാണെന്ന് പറഞ്ഞു. ശവപ്പെട്ടി കച്ചവടം ചെയ്യുന്ന വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ അന്വേഷിച്ച് നടന്ന് വീടൊക്കെ അവനറിയാം, പക്ഷെ അവിടെ ശവപ്പെട്ടി കച്ചവടം നടത്തുന്നില്ല. പിന്നെ പതുക്കെ ചോദിച്ചപ്പോഴാണ് ആ വീട്ടുകാരടുത്ത് ചോദിച്ചപ്പോഴാണ് സാറ് ശവപ്പെട്ടി കച്ചവടം നടക്കുന്നില്ല, ഇവിടെ പണ്ടൊരു കുറേ ആൾ മുമ്പ് ഒരു അമ്മച്ചി മരിച്ചിട്ടുണ്ട്, ആ മരിച്ച ദിവസം ഇവിടെ ഒരു മോഷണവും നടന്നിട്ടുണ്ട്. അപ്പം ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവന് തോന്നാൻ കാര്യം ഒരു ശവപ്പെട്ടിയിൽ ആ പ്രായമായ സ്ത്രീയെ കിടത്തിയിട്ട് തൊട്ടടുത്ത് അവരുടെ മകളിരുന്ന് ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ശവപ്പെട്ടിയിൽ പിടിച്ചോണ്ട് കിടക്കുകയായിരുന്നു. ഇവൻ ദൂരെ നോക്കിയപ്പോൾ ആ ശവപ്പെട്ടി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവന് തോന്നിയത്. ഇവൻ അതാണ് പറഞ്ഞത് ശവപ്പെട്ടി കച്ചവടം ചെയ്യുന്ന ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞ് മോഷണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ, ഈ കൂട്ടത്തിൽ കിടന്ന ഒരു സ്ത്രീ വെളിയിൽ മൂത്രം ഒഴിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ്. ഇവൻ ആ കറക്റ്റ് മതിൽ ചാടി അവിടെ ചെന്ന് പെൺകുട്ടി മൂത്രം ഒഴിക്കാനാണ് ഇരുന്നത്. ഇവൻ അവളെ കഴുത്തി കിടന്ന മാലയും പൊട്ടിച്ചുകൊണ്ട് നടന്നവൻ ഓടുന്നൊന്നുമില്ല, നടക്കുക. അപ്പോൾ അവൾ ചാടി പുറകെ വന്ന് ചേട്ടാ മാലയും താ ചേട്ടാ എന്ത് വേണമെങ്കിലും തരാം ചേട്ടാ. പുറകെ പറയാണ് സാർ ചേട്ടാ എന്ത് വേണമെങ്കിലും തരാം, മാലയും താ ചേട്ടാ. ആനൻ തിരിഞ്ഞ് നിന്നിട്ട് പറയല്ലേ, സഹോദരി എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഈ മാല മാത്രം മതി. അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വീട്ടിൽ തന്നു. ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് മനസ്സിലായി ഇവൻ മോഷിച്ച. അതിന് അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർ പറഞ്ഞ് മോഷണം നടന്നിട്ടുണ്ട്, അത് ഇവൻ പറഞ്ഞ കഥയായിട്ട് കറക്റ്റായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. അതും കഴിയും. വേറൊരു രസകരമായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനൊരു ഡോക്ടറുടെ വീട്ടുകാർ മോഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ നീന്തരുടെ ഡോക്ടറുടെ വീട്ടുകാർ മോഷ്ടിച്ച അതിനൊരു കാരണമുണ്ട് സാറേ. ഈ ഡോക്ടർ കൈക്കൂലിക്കാരനാണ്, മഹാപനയാണ്. സർക്കാർ ഡോക്ടറാണ്. സർക്കാർ ഡോക്ടർ. അതെന്താ പറയുക, ഇവൻ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ കറങ്ങി നടന്നപ്പോൾ
ആ ഡോക്ടറെ വീട് കണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ചെറിയ മഴയുണ്ട്, എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ രാത്രി ഒരു 12 മണിയായപ്പോൾ പെട്ടെന്ന് ആ വീട്ടിനകത്ത് ലൈറ്റ് തെളിഞ്ഞ് ഒരാൾ ഇറങ്ങി വന്ന് ആ മുറി പൂട്ടിയിട്ട്, വീട് മുറി പൂട്ടിയിട്ട് താക്കോല് ആ ചവിട്ട് മത്തേൻ്റെ അടിയിലോട്ട് വയ്ക്കിയിട്ട് ഇറങ്ങി വന്ന് ഗേറ്റ് തുറന്നിട്ടിട്ട് കാറ് എടുത്തുകൊണ്ട് ഓടിയിറങ്ങി. ഇവനൊന്നും അറിയാത്ത പോലെ ഓടി അവിടെ ചെന്നിട്ട് എതിരെ വരികയായിരുന്നു. എതിരെ വന്ന് പറഞ്ഞാൽ, സാർ ഞാൻ ഗേറ്റ് അടച്ചോളാം, സാർ ഡോക്ടർ ആശുപത്രി പോകണം. ആ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്ന് ഒന്നാണ് അടച്ചേക്കുന്നത്. അപ്പോൾ ഡോക്ടർ പോവുകയും ചെയ്തു. ഇവൻ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞ് അടയ്ക്കുകയും ചെയ്തു. ഡോക്ടർ തിരിച്ചു വന്നപ്പോഴാണ് താക്കോലൊക്കെ കിടപ്പെടും. താക്കോലെടുത്ത് തുറന്ന് മുറിക്കത്തേരെ നോക്കിയപ്പോഴാണ് മേശയിൽ വെച്ചിരുന്ന 3 ദിവസത്തെ കളക്ഷൻ നോട്ട് കെട്ടി വെച്ചിരുന്നതാണ്. 2 വാച്ചും കണ്ടില്ല. ഈ ഡോക്ടർ ആലോചിച്ചു, ചേട്ടാ ഇതെങ്ങനെ? ഓ, ഞാൻ ഗേറ്റടയ്ക്കാൻ പറഞ്ഞാൽ നല്ല ശമരിയക്കാരനായിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഒരു ഇത് വന്നടാ. അത് ഡോക്ടർ അത് ഇരിഞ്ഞാലക്കൂടെയാണ് സംഭവം. യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ്. പണം നഷ്ടപ്പെട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എത്രയാണെന്നും പറയാൻ വെക്കൂ എന്നാ ഉണ്ടോ? അപ്പൊ നീ എന്തിനാടാ ഈ ഡോക്ടറെ വീട്ടിൽ ചെന്ന് മോട്ടിക്കാൻ പോയത്? അതിനൊരു കാരണമുണ്ട് സാറേ. ഒരിക്കൽ ഞാൻ അവിടെ ഓട്ടോറിക്ഷ കൊണ്ട് പോയപ്പോഴേ ഒരു പാവം സ്ത്രീ റോഡിൽ നിന്ന് കരയുന്നു. ഞാൻ വണ്ടി കൊണ്ട് നിർത്തി എന്ത് സൗകര്യം എന്ന് ചോദിച്ചാൽ പറയല്ലേ, എൻ്റെ മോന് രാവിലെ മുതൽ രാത്രി മുതൽ വയറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്ന് ആശുപത്രി കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. ഡോക്ടർ വീട്ടിലാണ് പ്രാക്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ കൊച്ചിനെയും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഡോക്ടറെ കാണിച്ച് വയറ്റിളക്കാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് കഴിഞ്ഞാൽ തന്നില്ല. അതിനുമ്പോൾ കൈ നീട്ടി. ഒരു കുറിപ്പ് തരികയും കൈ നീട്ടുകയും ചെയ്യാം. ഞാൻ പൈസ ഒന്നുമില്ല. ഇത് വീടാണ് എൻ്റെ. മറ്റേ മരുന്ന് നമുക്ക് ചികിത്സിക്കുകയാണെങ്കിൽ ആശുപത്രി വരണം. ആ തുണ്ട് കീറിക്കളഞ്ഞാണ്. ഈ സ്ത്രീക്ക് മോന് വേറെ പൈസ ഇല്ലാത്തൊരു സ്ത്രീയാണ്, പാവപ്പെട്ട സ്ത്രീയാണ്. ഈ മോന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും നിവൃത്തിയില്ല. ഒരു ഭയങ്കര ഒരു വിഷമം പറഞ്ഞപ്പോൾ ഡോക്ടർ അടുത്ത് അന്ന് എനിക്ക് തോന്നിയ ദേഷ്യമാണ്. അപ്പോൾ ഞാൻ ചെന്ന് ഓടിച്ചെന്ന് ആ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വയറ്റിളക്കത്തിന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അന്ന് കരുതിയതാണ് ഈ ഡോക്ടർക്ക് ഒരു പണി കൊടുക്കണമെന്ന്. അങ്ങനെ ചെയ്തതാണ്. നന്മമരം ഒരു സൈഡിൽ പറയാമെങ്കിലും ഇവൻ ചെയ്യണത് മോഷണമല്ലേ. ഈ മോഷണം ചെയ്യുന്നെങ്കിലും ഞാൻ പല കള്ളന്മാരെയും കണ്ടിട്ടുണ്ട്. ഒരുപാട് കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു കള്ളന്മാരുടെ രാജാവെന്നൊരു പറയണമെങ്കിൽ ഇവനെ തന്നെ പറയണം. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. ഈ കാരണം ഇവൻ രാത്രി മുതൽ ഇവൻ കറങ്ങി നടന്നിട്ട് ഈ പകലൊക്കെ എല്ലാം നോക്കി നടന്നിട്ട് എന്നെ വീടുകളിൽ അവിടുത്തെ മിക്കവാറും ക്ഷേത്രത്തിലുള്ള വീട്ടിലെ സ്ത്രീകളെല്ലാം രാവിലെ കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ അവനറിയാം. അങ്ങനെ ഏതൊക്കെ വീടെന്ന് പറഞ്ഞാൽ എവിടെ കൂടെ കയറണമെന്നൊക്കെ നോക്കി വെച്ചിട്ട് കറക്റ്റ് ആ വീട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും ഓട്ടോറിക്ഷ ഇട്ട് കിടക്കും. കിടക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. രാത്രി കിടക്കുമ്പോൾ നൈറ്റ് പെട്രോളുകാർ വരും. നൈറ്റ് പെട്രോളുകാർ വന്ന് പിന്നെ ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാം. അവന് ഉറങ്ങിപ്പോകുന്നൊന്നും പേടിക്കണ്ട. രാവിലെ ആയപ്പോൾ നൈറ്റ് പെട്രോളുകാർ വരുന്ന കറക്റ്റായിട്ട് വിളിക്കും, ഇടാ എന്താടാ അവിടെ? അതിങ്ങനെ തലവേദന വണ്ടി ഒതുക്കിയിട്ട് കിടക്കാൻ. നിൻ്റെ തലവേദനയൊക്കെ അവൻ അറിയാം. ഇന്നിവിടെക്കാരൻ മോട്ടിച്ചിടണം പിന്നെ. എന്നിട്ട് പിന്നെ മോട്ടിക്കാൻ വേണ്ടി കിടക്കും. വരെയൊക്കെ എടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചെടുത്ത് ഉണർത്തിയിട്ട് ഇവൻ മേടിച്ച് മുഖമൊക്കെ കഴുകി അങ്ങനെ നിൽക്കുമ്പം ഇവരങ്ങ് പോകും. അപ്പം ധൈര്യമായി. പിന്നെയാണ് ആ വീട്ടിൽ കയറുന്നത്. പോലീസ് വന്നു കഴിഞ്ഞു പിന്നെ വരില്ല. അത് നൈറ്റ് പെട്രോളുകാർ അങ്ങനെയാണ്. അവർക്കൊരു റൂട്ട് പറഞ്ഞിട്ടുണ്ട്, അതുവഴി അങ്ങ് പോകും. ഇതാണ് ഇവനറിയാം. ഇവൻ അങ്ങനെയാണ്. ഇവൻ അങ്ങനെ ചെയ്തിട്ട് ഒരു വീട്ടിനകത്ത് കറക്റ്റായിട്ട് കയറി 2 നില വീട്ടിൻ്റെ മുകളിലത്തെ ഡോറ് തുറന്ന് കിടക്കായിരുന്നു. അത് കണക്കാക്കിയാണ് കിടന്നത്. ഇവൻ അതിനകത്ത് കയറി ഈ മുകളിൽ കൂടെ ഇറങ്ങി താഴെ വന്ന് അവിടെ ഇരുന്ന പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ അവർ സ്റ്റേഷനിൽ ഫെയർ ഇടാമെന്നോ പറഞ്ഞ, സാറേ ഞാൻ കാണിക്കയിടുന്ന ഒരു പാത്രത്തിൽ കുറേ തുട്ടുകളുണ്ടായിരുന്നു. ഞാൻ അതിൽ എന്നെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയെല്ലാം അതിൽ കുറിയ ചന്ദനമൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. അതുപോലെ എടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് കൊടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. കറക്റ്റ് ദൈവം പിടിച്ചപ്പോൾ തന്നതൊക്കെ പറഞ്ഞതൊക്കെ ഇത് തന്നെ ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനുമായിട്ട് ഒരു
ടൈപ്പൊക്കെ ആയി വലിയ കാര്യമായി. പിന്നെ അടിയും പിടിയൊന്നുമല്ല. പിന്നെ സത്യം പറയും. അല്ല, ഇതിന് ഞാൻ പിന്നെ തീർന്നില്ല ഇത്. അപ്പൊ ഇവനെ റിമാൻഡ് ചെയ്യണമല്ലോ. റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വലിയ കാര്യമായി, സ്നേഹമൊക്കെ ആയി, യാത്ര പറയാനൊക്കെ വന്ന് ശരി നന്നായിട്ട് വാ എന്ന് പറഞ്ഞയച്ചു. ഇവനെ കോടതി കൊണ്ടാക്കിയപ്പോഴ് പോലീസുകാരുടെ അടുത്ത് ഇവൻ പറഞ്ഞതെന്നറിയാം, നിങ്ങളുടെ സാറ് പാവമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയാത്തത്. ഞാൻ കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിൽ ഈ സാറ് കിടന്ന് ഓടിപ്പോകുമായിരുന്നു, റെക്കോർഡിങ് വേണ്ടി ഓടിപ്പോകുമായിരുന്നു. അങ്ങനെ എന്നെ ഒരു 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 ഡയലോഗ് എന്നെ പറ്റി അടിച്ചിട്ടാണ് ഇവൻ ജയിലിലോട്ട് പോയതെന്ന് പോലീസുകാരെന്ന് പറഞ്ഞു. ഞാനോ നോക്കി വെച്ചിരുന്നത്. കറക്റ്റ് ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് അയച്ചപ്പോൾ ഇവന് മുമ്പ് ഒരു കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇവന്റെ കൺവിക്ഷൻ കിട്ടിയിട്ടുള്ളത്, ഒരു കൺവിക്ഷൻ കിട്ടിയിട്ടുള്ള ആൾക്ക് അടുത്ത മോഷണത്തിന് എൻഹാൻസ്ഡ് പണിഷ്മെന്റ് കിട്ടും. ഇത് അവന്റെ വക്കീലിനെ ഇതൊന്നും അറിയിച്ചില്ല. ഞാൻ ഇത് പതുക്കെ ഈ ചാർജ് കൊടുത്തപ്പോൾ ഇതും കൂടെ കയറ്റി വെച്ചു കൊടുത്തു, അതിന്റെ കോപ്പി കൂടെ കയറ്റി വെച്ചത്. അങ്ങനെ 52 വർഷം ശിക്ഷ കിട്ടിയവന് ആന്റണിക്ക്. ഞാനിത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള കാര്യമാണ്. ഇത് ഇവന് വക്കീലന്മാരുണ്ട്, ഇവന് ബുദ്ധിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ 20 ഓരോ കേസിലായിട്ടും ശിക്ഷ വന്ന് അവസാനം നോക്കി 52 കൊല്ലം ശിക്ഷ. അപ്പൊ അത് ഇവൻ ആളെ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടതല്ലേ. ഇത് പിന്നെ കരഞ്ഞ് വിളിച്ച് അപ്പീൽ കൊടുത്ത് മറ്റത് കൊടുത്ത് ഉടനെ ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഉടലൊരു 20 കൊല്ലമായിട്ട് അത് കുറച്ച് കിട്ടി എന്ന് ഞാൻ പിന്നെ പറഞ്ഞു കേട്ടു. അപ്പൊ അതിനുശേഷം അപ്പൊ പിന്നെ ഞാൻ അവനെ പറ്റി പിന്നെ അന്വേഷിക്കാറില്ല. ഇവനെ ആദ്യം പിടിച്ചോണ്ട് വന്നപ്പോഴേ ഇവന്റെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവൻ തന്നെ ഇങ്ങനെ ഇപ്പൊ എവിടെ താമസിക്കുന്നതാന്ന് ചോദിച്ചപ്പോൾ പറയല്ലേ, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനെ കണ്ടുപിടിച്ച് അവന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവന്റെ കൂടെ അവന് സ്വന്തമായിട്ട് വണ്ടിയില്ല, വേറൊരാളെ വണ്ടി. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ അവൻ്റെ കൊടുത്തേക്കും, ഞാൻ അവൻ്റെ വീട്ടിൽ കിടക്കും. എന്നിട്ട് എൻ്റെ വണ്ടി നല്ല വണ്ടിയാണ്, ഞാൻ അവിടെ ചെന്ന് കിടന്നപ്പോഴും അവിടുത്തെ വണ്ടി നല്ല വണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് അവിടെ കുറെ ആൾ കഴിഞ്ഞെന്നാ. ഇവനറിയാം, ഇവന് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ പെണ്ണ് വിഷയം എടുത്തിട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. വേണ്ട നിന്റെ ആ ഡയലോഗൊന്നും നമുക്ക് വേണ്ട, നീ അവിടെ അവന്റെ കൂടെ കഴിയുക, എന്ത് കഴിഞ്ഞോന്ന് നമുക്കൊന്നും അറിയണ്ട, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അറിയാം കാര്യം അവന് ജോലിയൊന്നുമില്ല നടക്കുന്നല്ലേ, അവന് ഓട്ടോറിക്ഷ ഓടിച്ച് ഇവന്റെ ഓട്ടോറിക്ഷ പകല് ഓടിക്കാൻ കൊടുക്കും. അപ്പൊ വീട്ടിൽ കിടക്കാനുള്ള സൗകര്യം കൊടുക്കും, അപ്പൊ അവള് ആഹാരമൊക്കെ വെച്ച് കൊടുക്കും, രാത്രി ഇവൻ ഓട്ടോറിക്ഷയും കൊണ്ട് ഓടിക്കൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ അവിടെ തുടങ്ങിയത്. പക്ഷെ അന്നൊന്നും ഇവന്റെ ഈ ബാക്ക് ഹിസ്റ്ററി എന്ന് നമ്മൾ ചോദിക്കാൻ പോയില്ല. ചോദിച്ചാൽ ഇവൻ നമ്മളെ വഴിതെറ്റിക്കുമെന്ന് അറിയാം. പെണ്ണ് വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കുന്നു. അത് ചോദിച്ചില്ല, പറഞ്ഞുമില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് ചാർജും കൂടുതൽ കഴിഞ്ഞ് പോകുന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. കൊല്ലത്തുള്ള ഒരു പോലീസുകാരനെ കൊത്തി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുള്ള ആ കേസ് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് നമ്മുടെ ആന്റണി അല്ലേ. ഇടയ്ക്ക് വേറെ സംഭവം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇവൻ ഈ കൊല നടത്തുന്നതിന് 2 ആഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്തിനായിരുന്നു? ഈ എൻ്റെ വീട് ഇങ്ങനെ കമലേശ്വരത്താണ്. അപ്പൊ വീട്ടിൻ്റെ അകത്ത് കൂടെ ഒരു ഗേറ്റ് കിടന്ന് കുറെ ദൂരം നടന്നാണ് വീട്ടിനകത്ത് പറയും. അപ്പൊ വീട്ടിനകത്ത് കയറി വന്നൊരുത്തൻ ഈ സൈഡിൽ കൂടെ സിസ്റ്ററുടെ വീട്ടിൽ പോകണ വഴിയുണ്ട്, അതിലേ പോകാൻ പോയി. ഞാൻ പറയടാ എവിടെ പോകണം? അതിൽ അപ്പുറത്ത് പോകാൻ ഇതിന് വഴിയൊന്നുമില്ല, തിരിച്ചു പൊക്കോന്നാണ്. ഞാൻ പോകാൻ നോക്കട്ടെ. വേണ്ട നീ തിരിച്ചു പൊക്കോ, ഇവിടെ കൂടെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ ആ അറ്റേറും നടപ്പും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ പഴയ ആന്റണി അല്ലേ എന്നൊരു സംശയം എനിക്കുണ്ടായി. ഞാനത് പുറത്ത് കാണിച്ചില്ല. പക്ഷെ എന്നെ അവൻ മനസ്സിലാക്കാത്ത കാര്യം, ഞാൻ ഷർട്ടൊന്നും ഇടാതെ ക്യാഷ് ലുക്കിങ് ഒക്കെ കൊടുത്ത് നിൽക്കുകയായിരുന്നു. ഇവൻ എന്നെ മനസ്സിലായില്ല.
ഇവൻ എന്നെ കണ്ടിട്ടുള്ളത് അന്ന് നല്ല സ്റ്റൗട്ട് ബോഡിയും ഒക്കെ ആയിരുന്നു, ആട്ടിക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കുന്ന ആ ഒരു രൂപമാണ് അവൻ്റെ കയ്യിലുണ്ടായത്. ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഷർട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന വേഷം കണ്ടപ്പോൾ ഇവന് സംശയം തോന്നി. അവൻ പോയിട്ട് അതിന്റെ അടുത്ത ആഴ്ചയാണ് ഇവൻ ഈ പോലീസുകാരെ അതും പിടിച്ച് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്കാണോ അവര് പരിശോധിച്ചിട്ട് വണ്ടി കയറ്റാവുള്ളൊരു ഇതുണ്ട്. നിങ്ങളുടെ ആയുധം ഉണ്ടോ നോക്കിയിട്ടേ വണ്ടിയിൽ കയറ്റാൻ പാടുള്ളൂ. ഇവർക്ക് അത് ചെയ്തിട്ടില്ല. ഇവർ പെട്ടെന്ന് പ്രാളത്തിൽ വണ്ടി കയറ്റാൻ പോയി. അവൻ അതിനകത്ത് നിന്നിരുന്നോണ്ടാണ് ഇറങ്ങി വന്ന വെളിയിലോട്ട് പിന്നെ കയറാൻ വന്ന പോലീസുകാരന് കുത്തിയെന്നാണ് പറഞ്ഞിട്ട്. രണ്ടുപേരെ കുത്തിയാലും ഒരാള് 6 മാസത്തോളം അതെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് മറ്റേ ആള് മരിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് തോന്നിയത് ഇവൻ ഈ ആന്റണി ആണോ? പക്ഷെ അന്ന് അറിയാമായിരുന്നു ഇവന്റെ ചേട്ടനും ഒരു ക്രിമിനലാണ്. അവനാണെങ്കിൽ ഈ കുടയ്ക്കകത്ത് വാള് വെച്ചിട്ട് നടക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ വഴക്കുണ്ടായ ഇവൻ ആ കുടയ്ക്കകത്തുനിന്ന് വാളെടുത്ത് കുത്തും. ഇത് ഞാൻ ഇവനെ പറ്റി അന്വേഷിച്ച് പറഞ്ഞു കേട്ട കഥയാണ്. ഇവനാണെങ്കിൽ ഒരു പേരല്ല, ആട ആന്റണി, ഇന്റർനാഷണൽ ആന്റണി, മാട ആന്റണി, ഈ ഒരുപാട് പേരുണ്ട്. അയൽവാസിയുടെ ആടിനെ മോഷ്ടിച്ചുകൊണ്ടാണല്ലോ മോഷണ രംഗത്തേക്ക് ഇറങ്ങി. അപ്പൊ ഈ ആട് കൊണ്ട് കൊടുത്ത് ചന്തയെ കൊണ്ട് കച്ചവടം അടിക്കും. ഇതൊക്കെ ആയിരുന്നു അവന്റെ ആദ്യത്തെ തൊഴില്. ഇവന് ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ കാലില് ആണി ഉണ്ട്. ഞങ്ങളുടെ നൈറ്റ് പെട്രോൾ പോലീസുകാർ 2 ദിവസം ഓടിച്ചിട്ടുണ്ട് ഇവനെ. ഇത് ഇങ്ങനെ ഈ ഒരു കഥാപാത്രം പറയുമ്പോൾ മീശ മാധവല്ല മാള അരവിന്ദ് അവതരിപ്പിച്ച മോഷ്ടാവിനാണ്. അതേപോലെ ഇവന്റെ ആണിയില് ഇവൻ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഓടും, അതിനൊന്നും കാണില്ല. ചെരുപ്പില്ലെങ്കിൽ ഇവന് ഒരടി നടക്കാൻ പറ്റൂല, അത്രയ്ക്കാണ് മുഴച്ചിരിക്കുന്നത് ഇങ്ങനെ. അപ്പൊ പോലീസുകാർ ഓടിച്ചപ്പോൾ ചെരുപ്പുള്ളതുകൊണ്ട് 2 പ്രാവശ്യം പോലീസുകാർ. അപ്പൊ നൈറ്റ് പെട്രോളുകാർ പിന്നെയാണ് പറഞ്ഞത്, സാറേ ഇവനെ നമ്മൾ 2 സ്ഥലത്ത് നിന്ന് ഓടിച്ചിട്ടുണ്ടല്ലോ. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ എന്തോ മോഷണം നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോലീസുകാർ ചെന്നപ്പോഴാണ് അവിടെ ചെന്ന് ആളെ കണ്ട്. പക്ഷെ പോലീസുകാർ ഓടിയിട്ട് എത്തിയില്ല. ഇവ അതിനെക്കാളും ഓടിക്കളഞ്ഞു. അങ്ങനെയൊക്കെ പിന്നീട് ഇവനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒടുവിൽ ഇവനെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇവനാണല്ലോ എന്ന് പോലീസുകാർ വരെ അറിയുന്നത്. ഇത്തരത്തിലുള്ള മോഷ്ടാക്കളെ പിടിക്കുന്നു, മോഷണം നടക്കുന്നു, മോഷ്ടാക്കളെ പിടിക്കുന്നു, അവർ ഇന്ന റിക്കവർ ചെയ്തെടുക്കുന്നു, ഇന്ന രീതിയിൽ മോഷണം നടത്തി എന്ന് പറഞ്ഞു. പക്ഷെ ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബിഹൈൻഡ് ദ കർട്ടൻ ആരും അറിയുന്നില്ല, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സാധാരണ ആൾക്കാർ പത്രം വായിക്കുന്നു അല്ലെങ്കിൽ ചാനലിൽ വാർത്തകൾ കാണുമ്പോൾ ഒരു മോഷണം നടന്നു, വലിയ മോഷണം, ഇപ്പൊ ബണ്ടിച്ചോർ മോഷണം നടന്നു. പക്ഷെ ബണ്ടിച്ചോറിനും ഇതേപോലെ ഒരു രസകരമായ മോഷണ രീതി ഉണ്ടാവും. അതേപോലെയാണ് ഇപ്പൊ ഈ ആട ആന്റണിയുടെ. ആട ആന്റണി വലിയ ഭീകരമാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇത്തരം ഈ രീതിയിലാണ് നടക്കുന്നത്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞതുപോലെ മോഷ്ടാവിനെ കൊണ്ട് തെളിവെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇതാളല്ല എന്ന് പറയുന്ന രീതിയിൽ വരെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത്രയും അവന്റെ ആ ബുദ്ധിപൂർവ്വമുള്ള അവന്റെ ആ പെരുമാറ്റം. അതെ അതെ അതെ. ഈ സാറിന് ഇങ്ങനെയാണ്, കള്ളന്മാരാണ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ അതിബുദ്ധി കാണിച്ചാലേ ഈ പിടിക്കുന്നവർക്ക് പിടിക്കാൻ ഒക്കുള്ളൂ. തീർച്ചയായും പോലീസ് അവിടെ വേറൊരു കള്ളന്റെ രീതിയിൽ അവിടെ എത്തണം. അപ്പൊ ഈ ബുദ്ധിപൂർവ്വമുള്ള കള്ളനെ പിടിക്കണമെങ്കിൽ അതിബുദ്ധി കാണിച്ചാലേ നമുക്ക് അവനെ പിടിക്കാൻ ഒക്കുള്ളൂ. അത് അവൻ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് നോക്കി അതിന്റെ നമ്മൾ അതിന്റെ അപ്പുറം ചിന്തിച്ചാലേ അവനെ പിടിക്കാൻ ഒക്കുള്ളൂ. ഇപ്പൊ ഇത് ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല. പണ്ടത്തെ രീതി ഞങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന കാലത്തൊക്കെ വലിയ പാടാണ്. കള്ളനെ പിടിക്കാനും അന്വേഷിക്കാനും ഒക്കെ നമ്മൾ തന്നെ പോയി ഉറക്കം കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡിവോട്ടഡ് മൈൻഡ് ഉള്ളവർക്കുണ്ടാകും. എൻ്റെ സർവീസിൽ എൻ്റെ കൂടെ ബാച്ചിലുള്ളവർ ഈ മോഷണ കേസ് റിപ്പോർട്ടായാലും ഒന്നും നോക്കാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. താല്പര്യമില്ല. പക്ഷെ എനിക്കെന്തോ ഒരു താല്പര്യം വന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ പോകുന്നത്. അപ്പം അതിൽ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നോ അതിന് എത്ര ബെനിഫിറ്റ് കിട്ടുന്നോ അതൊന്നും അല്ല നമ്മളെ മനസ്സിന്. അവനെ പിടിക്കണം എന്നുള്ള ആ രീതിയിലാണ് പിടിക്കുന്നത്. അന്ന് കഷ്ടപ്പെട്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ രീതി അങ്ങനെയൊന്നല്ല. ഇന്ന് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാമറ നോക്കുക, പിന്നെ മൊബൈൽ നോക്കുക, കള്ളനെ പിടിക്കുക. സാങ്കേതികമായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ് ഉള്ളതുകൊണ്ട് ഇന്നത്തെ കള്ളന്മാരെ പിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ അന്നത്തെ ഒരു കാര്യം തന്നെ, അന്ന് മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മോഷ്ടാവുണ്ടത്. അന്ന് പക്ഷെ പ്രതികളെ പിടിക്കാൻ വലിയ അനായാസം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് പോലീസിന് പ്രതികളെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ സാങ്കേതിക വിദ്യ ഡെവലപ്മെന്റ് ചെയ്തിട്ടും പ്രതികളെ അധികം വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോഴും പല പോലീസ് കേസുകളും. മൊബൈൽ ടവർ നോക്കിയിട്ട് പോലും പ്രതികളെ കിട്ടുന്നില്ല. കിട്ടാത്തൊരു സാഹചര്യം ഇപ്പൊ ഉണ്ട്. ഈ പുതിയ സാങ്കേതിക വിദ്യ അവന്മാരും പഠിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മള് ഓരോ രീതി കണ്ടുപിടിച്ച് പിന്നെ അവൻ ആ രീതിയല്ല ചെയ്യുന്നത്, വേറെ രീതിയാണ്.
ഇപ്പം കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ, ഒരു SP വരെ അവർ പറ്റിക്കുന്നെന്ന് പറഞ്ഞാൽ, കള്ളം പന്ത് പറ്റിക്കാന്ന് പറഞ്ഞാൽ, പൈസ പറ്റിച്ചെന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ പറ്റിക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ അവര് അതിനേക്കാളും ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട് അവര്. മനസ്സിലായി. ബുദ്ധിമാന്മാരാണ് അവര്. അപ്പൊ അതുകൊണ്ട് അവരെ വില കുറച്ച് കാണാനൊന്നും നമ്മൾ എടുക്കാനല്ലത്. തീർച്ചയായിട്ടും സാറിപ്പോ ഇത് പറഞ്ഞിട്ട് നമ്മളിപ്പോ ആട് ആന്റണിയുടെ കഥയാണ് നമ്മളിപ്പോ ഇവിടെ കേട്ടത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഓരോ പ്രതികളും അല്ലെങ്കിൽ ഒരു മോഷണ കേസിൽ പെട്ട പ്രതികൾ ഒരുപക്ഷെ എങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പിടിക്കാൻ പോലീസിന്റെ വൈദഗ്ധ്യം ഏതൊക്കെ വഴികളാണ് തേടുന്നത്, അത്തരത്തിലൊരു ചർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.